നമുക്കൊരു ബിരിയാണി വെക്കാം. അപ്പം ഞാനെല്ലാം അതിൻ്റെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലോട്ട് ഒരു ചരുവത്തിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇതെല്ലാം അങ്ങോട്ട് ഇടാം. അപ്പം അത് കിടന്നൊന്നും മൂക്കട്ടെ. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഒരു ശകലം ഈ സായി ജീരകം ഉണ്ട്, അത് ഒരു തുള്ളി ഇതിനകത്തോട്ട് ഒരു ശകലം പെരുംജീരകവും കൂടി. അപ്പം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട്, അതുകൂടെ ഇതിനകത്തോട്ട്. നമ്മൾ ചോറൊക്കെ വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടാണ് എനിക്കെടുക്കുന്നത്. അപ്പം നമ്മുടെ തക്കാളിക്കായുടെ നമ്മൾ അതിനകത്തോട്ട് അതൊന്ന് മുട്ട ബിരിയാണിയാണ്. ഈ മുട്ട നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. നമ്മൾ കിസ്മിസ് എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, ഉള്ളിയെല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, ചോറും വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് വേണ്ടിയ സാധനങ്ങളൊക്കെ നമുക്കിടാം. ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉള്ളി മൂപ്പിച്ചതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഒന്ന് ഒത്തിരി വെള്ളം വേണ്ട, നല്ലതായിട്ടൊന്ന് കിടന്ന് ഇതൊന്ന് കുറുകിപ്പറ്റും. ഇപ്പം 4 മുട്ട ഇതുണ്ടായിരുന്നു, ഒരിടത്ത് നമ്മൾ പൊട്ടിപ്പോയി. ബാക്കി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് അവിടെ നല്ലതായിട്ടൊന്ന് എടുക്കും. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഗരം മസാല ഇടും, ശകലം ഗരം മസാലയും കുടിച്ചിട്ട്. അപ്പം ഇച്ചിരി ഗ്രേവിയും കൂടെ അത് പറ്റണം. നമ്മൾ വേണ്ട ഇച്ചിരി ഉള്ളിയും കൂടി ഇതിനകത്തോട്ട് ഇട്ടു, ആ വറുത്തുള്ളി. ഈ ഗ്രേവി നന്നായിട്ട് നമുക്ക് ഈ ചോറുകൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഇടും. അപ്പം ഇതൊരു സിമ്പിൾ ബിരിയാണി. മല്ലിയിലയില്ല, പുതിന ഇലയില്ല, ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ മുട്ട ബിരിയാണി. അപ്പം നമ്മുടെ ചോറെല്ലാം നമുക്ക് ഈ നമ്മൾ അരി വേവിച്ച് വെച്ചിരുന്നല്ലോ, കൈമ റൈസിൻ്റെ, അതെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് നിരത്താം. അപ്പം നമുക്കിതിനകത്തോട്ട് ഒരു ശകലം നെയ്യ് ഒഴിക്കും. ശകലം നെയ്യ് ഒഴിച്ച് ബാക്കി ചോറുകൂടെ നമുക്ക് എടുത്തിടും. അപ്പം നമ്മുടെ ബിരിയാണിയെല്ലാം നമുക്ക് ഇതും കൂടെ നമ്മുടെ മൊത്തം നമ്മൾ ആ ഉള്ളിയൊക്കെ ഇട്ടു, പിന്നെ നമ്മളെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടു. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം. അപ്പം നമ്മുടെ ബിരിയാണി എല്ലാം റെഡിയായി. നമുക്ക് ഇതുപോലുള്ള ഒരു ചട്ടിക്കകത്തോട്ട് വിളമ്പിയെടുക്കാം. അപ്പം നമ്മുടെ റൈസ് എല്ലാം അപ്പം നമ്മുടെ ബിരിയാണി എല്ലാം റെഡിയായി. നമ്മൾ ബിരിയാണി എല്ലാം വിളമ്പി വെച്ചു. ഇനി അതിൻ്റെ കൂടെ കൂട്ടാൻ സലാഡും. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണിട്ട് നിങ്ങളെല്ലാവരും ഉണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.